ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എന്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം. ഞങ്ങളെയും കഷ്ടകാലം അന്ന് തുടങ്ങിയതാ. ബിജെപിക്കാരും RSSകാരും തന്നെ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് ഞാൻ പറയാം. എന്ത് പണിയാ BJP-കാരങ്ങൾ ചെയ്തത്? നിങ്ങളെ വിശ്വസിച്ചല്ലേ ഈ കുട്ടി അങ്ങോട്ട് വന്നത്? നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ടല്ല കുട്ടി വന്നത്. BJP-കാരോ RSSകാരോ അങ്ങനെ ചെയ്യല. കുറെ BJPയിലും RSSലും ഒക്കെ ഉള്ള ആൾക്കാര് നിരന്തരം എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പൈ ഇങ്ങനെ ചാരന്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഈ പാവപ്പെട്ട ഒരു പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണ്ട. ഇവിടെ അങ്ങോട്ട് പോകുന്നില്ലേ, നിങ്ങളടുത്തേക്ക് പോകുന്നില്ലേ? അപ്പൊ നിങ്ങൾ സംരക്ഷിക്കണ്ട എന്നെ. ആരോ കണി ഒരുക്കി അതെന്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെ കുറിച്ച് ആരോ ഒരു കണി ഒരുക്കിയത് ഈ കുട്ടിന്റെ പേരിലേക്ക് ഇട്ട്. ഈ കുട്ടി അല്ല ഒരുക്കിയത്, ഈ കുട്ടി ഒരുക്കിയിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഒരു പോസ്റ്റ് ശശികല ടീച്ചർ ഇട്ട്. അപ്പൊ ഞാൻ ശശികല ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഞാനും നല്ല കണി ഒരുക്കിയത്, ആരോ കണി ഒരുക്കിയെടുത്ത് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളൂ. കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എന്റെ കൂടെ തന്നെ. കണ്ണനെ അത്രക്ക് ഇഷ്ടമാണ് ഈ പെണ്ണ്. അതുകൊണ്ട് മാത്രമാണ് കണ്ണനെ വരച്ച് കണ്ണന്റെ ഫോട്ടോ ആയിട്ട് ഈ പെണ്ണ് പിന്നെ എന്താ പറയാ അമ്പലനടയിലൊക്കെ പോയിട്ട് അതിന് അത്രക്ക് ഇഷ്ടമാണ് ഈ പെണ്ണിന്. അതുകൊണ്ടാണ്. അപ്പൊ ചിലര് ചോദിക്കും, ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അങ്ങനെ ഭക്തി ഇത് കാണിച്ചാലല്ലേ ഇപ്പൊ നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഭക്തി മനസ്സ് കൊണ്ട് നടന്നൊരു കാര്യമുണ്ടോ? ഈ ഭക്തി ശരിക്ക് പുറത്തേക്ക് വിൽപ്പന നടത്തിയെങ്കിലേ നമ്മളെ കാര്യങ്ങൾ നടക്കുക. മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി എന്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അവര് കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അതെ, അതായത് നമ്മളെ ജസ്ന അവരെ മതത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാണ്. അപ്പോൾ അവരെ ഒന്ന് ഒരു കാണിച്ചിട്ട് ഞാൻ പിന്നെ കണ്ണനെ വരയ്ക്കുന്നതും അമ്പലത്തിൽ പോണതും പൊട്ടു തൊടുന്നതൊക്കെ അവരെ കാണിച്ചിട്ട് അവരൊന്ന് ഒരു ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. സന്തോഷം, ആ ഒരു സന്തോഷം കണ്ടെത്താണ്. ബുദ്ധിമുട്ടുണ്ടാകാൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവ് ആക്കിയിട്ട് ഇവര് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ചെയ്ത് ശരിയല്ല. കാരണം എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ പെണ്ണങ്ങോട്ട് വന്നതെന്നറിയും അല്ലേ? ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇവരെ ഇതെല്ലാം ഇടങ്ങാറാക്കിക്കൊണ്ട് ഇവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ട ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടത് അല്ലേ? നിങ്ങൾ ഈ കുട്ടീനെ ഇടങ്ങാറാക്കരുത്. അത് ശരിയല്ല നിങ്ങൾ ചെയ്തത്. ഒന്നുകൂടെ ആലോചിക്കേണ്ടി ഉണ്ട് നിങ്ങൾ.